പിന്നെ നമുക്ക് 2 ലക്ഷം രൂപയുടെ മേലേക്ക് ലോണും ചെയ്യാം. ഇത് വില എത്ര വരുന്നത്? നമുക്ക് 2,55 കൊടുക്കാം. 2,55,000. 2,55 ആണ് കേട്ടോ. ഇത് നമുക്ക് 2,35 കൊടുക്കാം. 2,35 കൊടുക്കാം. എന്തായാലും 2 രൂപയുടെ മേലേക്ക് ലോൺ ചെയ്യാം. സുഖമായിട്ട് കിട്ടും കേട്ടോ. അത് മാത്രമല്ല ഫുൾ ലോൺ തന്നെ കിട്ടും. അങ്ങനെ തന്നെ നോക്കിയോ. ഡീസലാണ്, അത്യാവശ്യം മോശമില്ലാത്ത നല്ല വൃത്തിയുള്ള ഒരു കണ്ടീഷൻ വണ്ടി കേട്ടോ. ഇത് നമുക്ക് ഫുൾ ലോൺ ചെയ്യും. ഫുൾ ലോൺ വിലയോ? വില 2,90 2,90 ലോൺ ചെയ്യാം. 16 ഡീസലാണെന്ന് ആലോചിക്കണം. മൈലേജ് വേണ്ടവർ ആ സാധനം മിസ് ചെയ്യരുത്. 12 ന്യൂ ഷേപ്പാണ്. അലവിൽ പൈസേന്റെ സാധനം ഫുള്ള് അലവിൽ 10,000-25,000 ചെലവുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 4 വിൻഡോ സെന്ററിലൊക്കെ എല്ലാം വരും അല്ലേ? ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 1,85,000 രൂപയ്ക്ക് എടുക്കാം. ചെറിയ ഒരു ചെറിയ അപാധുണ്ട്. അതിനോടൊപ്പം അങ്ങനെ കുറച്ച് കൊടുക്കുന്നത് അല്ലേ? ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? ഇത് നമുക്കാണെങ്കിൽ 1,4 കൊടുക്കാം. 1,4. ഇത് 2010 മോഡലാണ് വണ്ടി. 10 ഡീസലാണ്. ഡീസൽ വണ്ടി 2 ലക്ഷം രൂപയ്ക്ക് 15 മോഡല് വണ്ടി. ഇതല്ലാണ്ട് വേറൊന്നും കിട്ടാണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെ? ഈ ക്വാളിറ്റിയിൽ ഏറ്റവും കൂടുതൽ സാധാരണക്കാർ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഓൾമോസ്റ്റ് ഒരു 150-ലധികം വണ്ടികളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഈ ഒരു ഷോറൂമിന്റെ ഒക്കെ വീഡിയോ നമ്മൾ തുടക്കം മുതലേ ഫസ്റ്റ് മുതലേ നമ്മൾ ചെയ്യുന്നതാണ് നമ്മുടെ സൺ യൂസ്ഡ് കാർസ് ആണ് കേട്ടോ. സൺ യൂസ്ഡ് കാർസിൽ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ വണ്ടി എന്ന് പറഞ്ഞാൽ കുറേ വണ്ടിയുണ്ട്. മഴക്കാലമൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും നല്ല ലോ ബഡ്ജറ്റിൽ തരാൻ പറ്റുന്ന വണ്ടികളാണിത്. ഈ കിടക്കുന്നത് മുഴുവനും. ഇത് ഇവിടെ കിടക്കുന്ന വണ്ടികളാണ്. അതിൻ്റെ അപ്പുറത്തെ ഗ്രൗണ്ടിലും ഇതുപോലെ നിരത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് മാക്സിമം വില കുറച്ച് ഏറ്റവും ക്വാളിറ്റിയുള്ള കുറേ വണ്ടികൾ. അപ്പോൾ എന്തായാലും ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് റാഫിക്ക പറഞ്ഞുതരും. റാഫിക്ക, കുറേ 2-3 മാസമായില്ലേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ട്? അതെ. അപ്പോൾ എന്തായാലും നല്ല വിലക്കുറവിൽ കുറേ വണ്ടികൾ കൊടുത്തൂടെ? കൊടുക്കാൻ പറ്റിയ വണ്ടികളുണ്ട് അല്ലേ? ഓക്കെ. പിന്നെ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ കണ്ടുവരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. അത് നിങ്ങൾ മറന്നു പോകരുത്. അതായത് ഡീസൽ, പെട്രോൾ, ഓട്ടോമാറ്റിക്, മാനുവൽ, ലോ ബഡ്ജറ്റ്, ലേശം ഹൈ ബഡ്ജറ്റ്, മിഡ് റേഞ്ച്, എല്ലാ സാധനവും അല്ലേ? ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഒരു വണ്ടി എടുക്കാണ്ട് പോകാൻ തോന്നില്ല. അത്രയധികം വണ്ടികളുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും മഴക്കാല ഓഫറുകളുണ്ടോ? ഓഫറിന് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, വില കുറച്ച് കൊടുക്കാം അല്ലേ? പിന്നെ ഫുൾ ലോണിലൊക്കെ എടുക്കാൻ പറ്റിയ വണ്ടികളുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സെക്ഷനിൽ, അതായത് ഇവിടുത്തെ 2 എപ്പിസോഡ് വരും കേട്ടോ. ആദ്യത്തെ ഒരു എപ്പിസോഡിൽ ഞാൻ ഈ ഒരു സെക്ഷനിൽ കിടക്കുന്ന കുറച്ചധികം കുറച്ച് മോഡൽ കൂടിയ കൂടുതൽ എൻക്വയറിയുള്ള വണ്ടികൾ. അടുത്ത വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ പക്ക ലോ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ പക്ക ലോ ബഡ്ജറ്റ് വണ്ടികളാണ്. ഒരു 50,000 മുതൽ 2 ലക്ഷത്തിനുള്ളിൽ ഇഷ്ടം പോലെ വണ്ടികൾ കാണിക്കാം അല്ലേ? മാക്സിമം ലോൺ കിട്ടുന്ന വണ്ടികൾ കാണിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ മിസ് ചെയ്യരുത്. അത് 2 ദിവസം കൊണ്ട് വരും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ബലേനയിൽ തുടങ്ങാം അല്ലേ? അതെ. അതിനു മുമ്പ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം പുത്തനത്താണി രണ്ടാൽ അല്ലേ? ഓക്കെ. അതായത് പുത്തനത്താണി ആ ഒരു ഹൈവേ തന്നെ അല്ലേ? മാക്സിമം ആൾക്കാർ ലോൺ അഡ്രസ്സ് കൂടുതൽ ആൾക്കാർക്ക് അങ്ങനെ പറഞ്ഞ് മനസ്സിലാവില്ല. നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് ലൊക്കേഷനും കാര്യങ്ങളും വിട്ടുകൊടുത്തിട്ട്. അതെ. ഇവിടെ മേൽഭാഗത്ത് ഒരു നമ്പർ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് വിളിച്ചാൽ മതി. ഇതല്ലാന്നുണ്ടെങ്കിൽ സൺ ഓട്ടോ കൺസൾട്ടന്റ് എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മുറ്റത്ത് പോകണം വിടും ഗൂഗിൾ മാപ്പിൽ അല്ലേ? ഓക്കെ. അത് നോക്കിയാൽ മതി. അപ്പോൾ എന്തായാലും ബലേനൊന്ന് പറഞ്ഞു കൊടുക്കാം. അതെ. അപ്പോൾ എന്തായാലും ആദ്യത്തെ വണ്ടി തന്നെ ബലേനോ ആണ്. അത്യാവശ്യം എല്ലാ ഓപ്ഷൻസും വരുന്നത് പെട്രോൾ ആണോ? പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. CVT വരിക? അതെ, CVT വരുന്ന വണ്ടിയാണ്. അല്ലെങ്കിൽ മോഡൽ ഏതൊക്കെ? മോഡൽ 2017 ആണ്. 17 മോഡലാണ്. 2017 മോഡൽ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. ഇത് ഏതാ വേരിയന്റ് വരുന്നത്? വേരിയന്റ് സീറ്റ. അതായത് പട്ടച്ചാട്ടൊക്കെ വരും. അത് അന്ന് എനിക്ക് തോന്നുന്നു പ്രൊജക്ടറും കാര്യങ്ങളൊന്നും സീറ്റയിൽ വരുന്നില്ല. നല്ല അടിപൊളി ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. ഓട്ടോ വരുന്നത് 60,000 ജെനുവിനായിരിക്കും അല്ലേ? ഇച്ചിരി കൊടുത്തൂടെ? ഇച്ചിരി കൊടുക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി ഒരു ബലേനോ ആണ്. വിലയും കൂടി കേട്ടെ. ഇത് വില വരുന്നത് നമുക്ക് 5,70,000 രൂപ. ആ പ്രൈസ് നെഗോഷ്യബിൾ ആവുമോ? ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം അല്ലേ? പിന്നെ എന്തൊക്കെ പറഞ്ഞാലും 17 ബലേനോ ആണ് നിങ്ങൾക്ക്. ഓട്ടോമാറ്റിക്കിൽ വരുന്ന വണ്ടി. അത് ഓട്ടോമാറ്റിക് അല്ലേ? അതും 5,70,000 തരുന്നത് നിങ്ങൾ ആലോചിക്കണം കേട്ടോ. അത്യാവശ്യം കൊള്ളാവുന്ന ക്ലീൻ വണ്ടി. ഒരു റീപ്ലേസ് ഇല്ല, ഒന്നുമില്ലാത്ത നല്ല വൃത്തിയുള്ള വണ്ടി. മിസ് ചെയ്യരുത്. ലോൺ നമുക്കൊരു 5 റുപ്യ അടുത്ത് നമുക്ക് ചെയ്യാം. നല്ല ട്രാക്ക് ഉണ്ട്. ഫുൾ ലോൺ ആയിട്ട് പോകും അല്ലേ? പിന്നെ എന്തൊക്കെ പറഞ്ഞാലും 17 ഓട്ടോമാറ്റിക് അല്ലേ? ഫണ്ടിങ്ങുള്ള വണ്ടിയാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്ന വണ്ടികളിൽ ഒരുവിധം എല്ലാ വണ്ടികളും അല്ലേ ഒരു 50,000 രൂപ കൈ കണ്ടുവരിക. ചിലപ്പോൾ ഫുൾ ലോൺ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ആ 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഇറക്കാൻ പറ്റുന്ന വണ്ടികളാണ് എല്ലാം തന്നെ. ഓരോന്നിനും സ്പെഷ്യലി ഞാൻ ഇനിയിപ്പോൾ ലോണിന്റെ കേസ് പറയുന്നില്ല. അതുപോലെ തന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. വെറുതെ സമയങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമ്പറിൽ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്ത് വന്നിട്ടാവും. എന്നിട്ട് നോക്കിയിട്ടൊക്കെ എടുത്താൽ കൺഫേം ആക്കിയിട്ട്. അതെ. അടുത്തത് നല്ല റെഡ് കളറിലുള്ള നല്ല അടിപൊളി ഒരു പോളോ. ഇത് ഡീസൽ 2012 മോഡലാണ്. 12 ആണ്. അപ്പോൾ 1.2 ആണ്. 1.2 ഡീസൽ വരുന്ന വണ്ടിയാണ്. 20 മൈലേജ് കിട്ടും. ഓട്ടം എത്ര? അതാണ് മെയിൻ ആയിട്ട് അറിയേണ്ടത്. ഓട്ടം ഇത് ഓടിക്കുന്നത് 1.20 ഓടിയുണ്ട്. നല്ല വണ്ടിയാണ്. നല്ല നോസിലൊക്കെ ഫുൾ വർക്ക് എടുത്ത വണ്ടിയാണ്. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ല. ആക്സിഡന്റ് അങ്ങനെ മേജർ ആയിട്ടൊന്നുമില്ല. പിന്നെ ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും മോശമില്ല. കാര്യമായ പ്രശ്നങ്ങൾ. മൂന്നാമത്തെ ഓണർ അല്ലേ?
ഓക്കെ. പിന്നെ നമുക്ക് 2 ലക്ഷം രൂപയുടെ മേലേക്ക് ലോണും ചെയ്യാം. ഇത് വില എത്ര വരുന്നത്? നമുക്ക് 2,55 കൊടുക്കാം. 2,55,000. 2,55 ആണ് കേട്ടോ. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി. അതും റെഡ് കളറാണ്. റെഡ് കളർ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു സാധനമാണ് അല്ലേ? ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. ഓക്കെ, എന്തായാലും 2,55,000 രൂപയ്ക്ക് 12 വണ്ടി എടുക്കാം. അതുപോലെ തന്നെ ഇതാണെങ്കിലോ 7 സീറ്റർ 2015 മോഡലാണ്. 7 സീറ്റർ അല്ലേ? 7 സീറ്റർ, അതായത് വളരെ വില കുറച്ച് എടുക്കാൻ പറ്റുന്ന ഒരു 7 സീറ്റർ. മാക്സിമം ലോൺ കിട്ടുന്ന വണ്ടിയാണ്. മാക്സിമം ലോൺ കിട്ടും അല്ലേ? ഓക്കെ. ഇത് ശരിക്കും 2015 ഓട്ടോ എത്രയാ? ഇത് ആകെ ഓടിക്കുന്നത് 70,000 കിലോമീറ്റർ ഓടിക്കും. 70 ഓടിയിട്ടുള്ളൂ. ജെനുവിനാന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഹിസ്റ്ററി എടുത്ത് തരും. നല്ല മെക്കാനിക് ഒക്കെ ഉള്ള വണ്ടി, നല്ല കണ്ടീഷനുള്ള വണ്ടി, മോശമില്ലാത്ത മൈലേജും. 1.2 ലിറ്റർ ആണ്. അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ബാക്കിലെ സീറ്റ് 7 സീറ്റ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊക്കെയാണ് പ്രിഫറബിൾ. എല്ലാവർക്കും പറ്റും ഞാൻ ഒരിക്കലും പറയുന്നില്ല. എന്തായാലും ഇത് ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ കയറുന്ന വണ്ടിയാണല്ലേ? കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല വണ്ടിയാണ്, ഉപയോഗിക്കാനൊക്കെ നല്ല അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. മേജർ ആക്സിഡന്റ് റിപ്ലേസ്മെന്റ് ഒന്നുമില്ല. ആക്സിഡന്റ് ഇല്ല. നല്ല മെക്കാനിക് വണ്ടി. വന്ന് ഓട്ട് എന്തായാലും നിങ്ങൾ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഗോ പ്ലസ് എന്താ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 2,35 കൊടുക്കാം. 2,35 കൊടുക്കാം. എന്തായാലും 2 രൂപയുടെ മേൽക്കും ലോൺ ചെയ്യും. സുഖമായിട്ട് കിട്ടും കേട്ടോ. അത് മാത്രമല്ല ഫുൾ ലോൺ തന്നെ കിട്ടും. അങ്ങനെ തന്നെ നോക്കിയോ. 2015 വണ്ടി ഫസ്റ്റ് ഓണർ വണ്ടി. അത് മിസ് ചെയ്യണ്ട കേട്ടോ. അതും 7 സീറ്റർ ആണ്. ഇനി ഇതാണെങ്കിലോ? ഇത് 2014-15. ഡീസലാ? പെട്രോള് VXI ആണ് വരുന്നത്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. അടിപൊളി. പിന്നെ 15 സിംഗിൾ ഓണർ വണ്ടി അല്ലെങ്കിൽ നോക്കുന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ. VXI മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ ഒക്കെ നല്ല ക്ലീൻ ആണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. പക്ക വണ്ടിയില്ല. ഓട്ടോ ഓടിക്കണം. 1,20 1,10 സർവീസ് ഉണ്ട്. 1,10 സർവീസും ഉണ്ട്. അടിപൊളി. എന്താ വില വരുന്നത്? നമ്മൾ ആവശ്യപ്പെടും 3,90,000. 3,90. 3,70 നമുക്ക് ലോൺ ചെയ്യാം. 14-15 വണ്ടി അല്ലേ? ഓക്കെ. അപ്പോൾ വളരെ ചെറിയൊരു 20,000 രൂപയും കൊണ്ട് വരിക. 20,000 രൂപ നിങ്ങൾക്ക് നെഗോഷ്യബിൾ ആക്കി തരും. ചിലപ്പോൾ നിങ്ങൾക്ക് ഫുൾ ലോൺ കിട്ടും അല്ലേ? അതുപോലെ തന്നെ ഈ വെള്ള സ്വിഫ്റ്റ് ആണെങ്കിലോ? ഇത് ഡിസയർ ആണ് വരുന്നത്. ഡിസയർ അല്ലേ? അതെ. 2014 മോഡലാണ് വണ്ടി. 14 ഡീസൽ അല്ലേ? ഡീസൽ നല്ല വണ്ടിയാണ്. പക്ഷെ ഓണർഷിപ്പ് കൂടിയിരിക്കണേ. എത്രയുണ്ട്? 5ാമത്തെ ഓണർഷിപ്പ് ആയി. അഡ്വക്കേറ്റിന്റെ പേരിൽ തന്നെ വണ്ടി കിടക്കുന്നത്. എറണാകുളത്തുള്ള വണ്ടി. നല്ല മെക്കാനിക്കും കാര്യങ്ങളൊക്കെ, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ടയർ ഭാഗങ്ങളും എല്ലാ ഭാഗങ്ങളും നല്ല വൃത്തിയുള്ള. അതെ അതെ. ഡീസൽ എത്ര ഓടിയുണ്ട്? ഇത് ഡീസൽ നമുക്ക് ഓടിക്കുന്നത് 1,30 ആണ്. ഈ 5ാമത്തെ ഓണർ ആയതുകൊണ്ട് ലോൺ പാടായിരിക്കില്ല. ലോൺ കിട്ടും. എന്തായാലും 3 രൂപ ലോൺ ചെയ്യാം. 3 രൂപ ചെയ്യാം. 3,20 3,30 ഉള്ളത് കുറച്ച് കുറയുന്നുള്ളൂ അല്ലേ? മാക്സിമം 3,30 ഉള്ളിൽ നമുക്ക് ലോൺ ചെയ്യാം. ഓക്കെ. ഇത് നമുക്ക് എന്താ വില വയ്ക്കുന്നത്? ഇത് നമുക്ക് 3,85 കൊടുക്കാം. 3,85,000. ഇത് കിലോമീറ്റർ എത്ര പറഞ്ഞാൽ? 1,30 അല്ലേ? ഡീസൽ വണ്ടിയാണ്. നോർമലി നല്ലോണം ഓടും. നല്ല മെക്കാനിക്കുള്ള വണ്ടിയാണ്. അതെ അതെ. വണ്ടിക്ക് കംപ്ലൈന്റ് ഉണ്ടോ നോക്കിയിട്ട് എടുത്തോളൂ കേട്ടോ. ഒരു സ്വിഫ്റ്റും കൂടി കാണിച്ചു തരാം. എത്രയും പറഞ്ഞ കൂടി കാണിച്ചു കൊടുക്കും. ഇത് ഏതാ? ഇത് 2012 VDI വണ്ടി. 12 VDI മിഡിൽ ഓപ്ഷൻ ആണ്. 4 ടയറും അത്യാവശ്യം 80% മേലെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ കിടക്കുന്ന ഒരുവിധ വണ്ടികൾക്കൊക്കെ ഇപ്രാവശ്യം ടയർ ഉണ്ട് അല്ലേ? മഴക്കാലത്ത് ടയർ അർജന്റ് ആണ്. നിർബന്ധമുള്ള സാധനം. എന്തായാലും നിങ്ങൾ എടുക്കുമ്പോൾ അതിന് മാറ്റേണ്ടി വരില്ല. എല്ലാത്തിലും അത്യാവശ്യം നല്ല കട്ടയുള്ള ടയർ ഉണ്ട്. ഇത് ഓടിയതൊക്കെ എത്രയാ? ഇത് ഓടിക്കുന്നത് 1,20 1,20 ഓടിയിട്ടുണ്ട്. ഡീസലാണ്. അത്യാവശ്യം മോശമില്ലാത്ത നല്ല വൃത്തിയുള്ള ഒരു കണ്ടീഷൻ വണ്ടി കേട്ടോ. ഇത് നമുക്ക് എന്ത് റേറ്റ് വരിക? നമുക്ക് 3,20 കൊടുക്കാം. 3,20,000 രൂപയ്ക്ക്. 2012 അല്ല? 12 അല്ല പറഞ്ഞത്? 2012 വണ്ടി കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. അതിലാണ് ഈ റേറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിഫറൻസ് വരുന്നത്. ഇനി സെലേറിയോ ആണെങ്കിലോ? സെലേറിയോ 2016 മോഡൽ വണ്ടി. 16 ആണ്. അതെ. ഡീസലാ? ഡീസൽ. അടിപൊളി. അതായത് 16 സെലേറിയോ ഡീസൽ വണ്ടിയാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ആ ഒരു കുടുകുടു എഞ്ചിനല്ലേ വരിക? നല്ല മൈലേജ് ഉള്ള വണ്ടി. 28-30 കിലോമീറ്റർ അടുത്ത് മൈലേജ് ഉറപ്പായിട്ടും കിട്ടും. കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ല. നോയ്സ് ഉണ്ടെന്നുള്ളൂ അല്ലേ? സൗണ്ട് ഉണ്ടാവുന്നുള്ളൂ. അത് ഈ വണ്ടിക്കുള്ള വണ്ടിയുടെ സൗണ്ട് ആണ് അല്ലേ? ബൈ ബെർത്ത് ആണ് കേട്ടോ. അത് ജനിച്ചപ്പോഴേ അങ്ങനെയാണ് അതിന്റെ സൗണ്ട്. നല്ല വണ്ടിയാണ്, ഉപയോഗിക്കാനൊക്കെ നല്ല വണ്ടിയാണ്. ഓക്കെ. ഇത് ശരിക്കും 16 പറഞ്ഞു. ഡീസൽ എത്ര ഓടിയുണ്ട്? ഇത് ഓടിക്കുന്നത് 1,20 ഓടിയുണ്ട്. എത്രയ്ക്ക് കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് ഫുൾ ഓൺ ചെയ്യും. ഫുൾ ഓൺ ആണ്. വിലയോ? വില 2,90 2,90 ചെയ്യാം. ഓക്കെ. 16 ഡീസലാണെന്ന് ആലോചിക്കണം. മൈലേജ് വേണ്ടവർ ആ സാധനം മിസ് ചെയ്യരുത്. ഇനി ഈ റിക്സ് ആണെങ്കിലോ? ഇത് റിക്സ് 2012 ന്യൂ ഷേപ്പ് വണ്ടിയാണ്. 12 ന്യൂ ഷേപ്പ് ആണ്. അലവില് പൈസേന്റെ സാധനം ഫുള്ള്. അലവില് 10-25,000 ചിലവുണ്ട്. അതുപോലെ തന്നെ 4 പുത്തൻ ടയറും ഉണ്ട്. യോക്കോമോന്റെ ടയറുണ്ട്. നല്ല രസമുണ്ട് കാണാനും. വീഡിയോ ആണോ? വീഡിയോ. ഇന്റീരിയർ നല്ല സീറ്റ് കവർ. അതായത് ഒരു പണ്ടത്തെ മോഡൽ സീറ്റാണ്. പക്ഷെ നല്ല വൃത്തിയുണ്ട്. ഒട്ടുമിക്ക ബേസിക് ഫീച്ചേഴ്സ് എല്ലാം വരും. മേജർ ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, മേജർ ആയിട്ട് ഒന്നുമില്ല. ഗ്ലാസ് മാറിയിരിക്കുന്നുള്ളൂ. കമ്പനി തന്നെ മാറിയിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് ഓണർ വണ്ടി തന്നെയാണ്. ഓട്ടം ഓടിക്കുന്നത് 90,000 കിലോമീറ്റർ. അതൊക്കെ ജെനുവിൻ ആയിരിക്കും അല്ലേ? നമ്മൾ എടുക്കുമ്പോൾ പാർട്ടി. അതെ അതെ. ബാക്കി നിങ്ങൾ നോക്കിയിട്ട് എടുത്തോളൂ. 12 അല്ലേ മോഡൽ പറഞ്ഞത്? 12. എന്താ വില വരുന്നത്? നമ്മൾ ആവശ്യപ്പെടുന്നത് 3 ലക്ഷം രൂപ അല്ലേ? ഈ പറഞ്ഞ പ്രൈസ് ഒക്കെ കുറയൂലേ? വല്ലാതെ കുറേ ചെറിയ മാറ്റങ്ങളൊക്കെ കുറച്ച് കൊടുക്കാം. എന്തെങ്കിലും ഒന്ന് കുറച്ച് കൊടുക്കൂല നമ്മുടെ ആൾക്കാർക്ക്? ഓക്കെ. നിങ്ങൾ വന്നോളൂ, വന്ന് നോക്കിക്കോളൂ. വണ്ടിന്റെ ക്വാളിറ്റി നോക്കുക, കംപ്ലൈന്റ് ഉണ്ടോ ചെക്ക് ചെയ്യുക. പിന്നെ എന്താ പറയുക, ഷോറൂമിൽ കൊണ്ടുപോയി എങ്ങനെ വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് എടുക്കാവുള്ളൂ. ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. വീണ്ടും 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 പറയുന്നു അല്ലേ? ഇവിടെ വന്ന് ചെക്ക് ചെയ്തോട്ടെ. വർക്ക്ഷോപ്പിൽ വന്നിട്ട് ആൾക്കാരെ കൊടുത്തിട്ടാണെങ്കിൽ ചെക്ക് ചെയ്ത് 2,500 ലോൺ കയറില്ല? 2,00,000 2,45 അടുത്ത് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. ഇനി ഈ സെലറി ആണെങ്കിലോ? ഇത് 2017 മോഡലാണ്. 17 ആണ്. ഇത് പെട്രോൾ അല്ലേ? പെട്രോൾ.
ഇത് VXI ആണ് വണ്ടി. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി കേട്ടോ. ബോഡി വൈസ് ഒക്കെ നല്ല വൃത്തിയുണ്ട്. പെയിന്റിംഗ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇന്റീരിയർ സീറ്റ് കവറും കിടിലൻ സീറ്റ് കവറാണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ സെന്ററിലൊക്കെ എല്ലാം വരും അല്ലേ? ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 70 ഇഷ്ടം കൊടുക്കാമല്ലോ അല്ലേ? അതെ. ഓക്കെ, നല്ല വൃത്തിയുണ്ട് വണ്ടി കാണാൻ. വേറെ അപാകതകൾ ഒന്നുമില്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. അടിപൊളി. എന്താ വില? ഇത് നമ്മൾ ആവശ്യപ്പെടുന്ന 3,60,000. 360 ലോൺ ചെയ്യാം, ഫുൾ ലോണും ചെയ്യാം. ഓക്കെ, ₹1 പോലും കയ്യിൽ കൊണ്ടുവരാണ്ട് നിങ്ങൾക്ക് അടിപൊളി ഒരു സെലേറിയോ വേണമെങ്കിൽ 3,60,000 രൂപയ്ക്ക് 2017 മോഡൽ അല്ലേ? 17 മോഡൽ വണ്ടി എടുക്കാം കേട്ടോ. അത് നല്ല നീല കളർ, നല്ല വൃത്തിയുള്ള വണ്ടി. ഇതിൻ്റെ ടയർ മോശമൊന്നുമില്ല കേട്ടോ, ഒരു 60-70% ഉണ്ട്. എക്സ്പ്രസ് ആണെങ്കിലോ? എക്സ്പ്രസ് 2019 VXI പ്ലസ് ആണ് വണ്ടി. 19 VXI പ്ലസ്, അതായത് അന്ന് ഇറങ്ങിയാൽ ഏറ്റവും ഫുൾ ലോഡ് വണ്ടി, റെഡ് കളർ വണ്ടി. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മോഡൽ 19 അല്ലേ പറഞ്ഞത്? 70 അത്യാവശ്യം ഓടിയുണ്ടല്ലേ വണ്ടി? ഫുൾ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. എനിക്ക് നല്ല മൈലേജ് ഉള്ള വണ്ടിയാ, അതുകൊണ്ട് ഓടിക്കും അല്ലേ? നല്ല വണ്ടിയാണ്, നല്ല ഉപയോഗിക്കാനൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. എന്തൊക്കെ പറഞ്ഞാൽ അൾട്ടോ എടുക്കണേക്കാളും നല്ലത്. ഇത് ഹൈറ്റിലിരിക്കും ചെയ്യാം. അതെ, ഒരു മിനി അല്ലെങ്കിൽ ഒരു മൈക്രോ SUV എന്നൊക്കെ പറയുന്ന പോലെ അങ്ങ് ഉപയോഗിക്കാം കേട്ടോ. ബസ്സിന്റെ ഫ്രണ്ടേജ് ഒക്കെ വരുന്ന വണ്ടിയല്ലേ? അതെ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ബ്രസക്കാരടിക്കും. ചെറുതാക്കിയാൽ മതി. ഏകദേശം ഒരു ലുക്കൊക്കെ ഉണ്ട്, എങ്കിലും കൊള്ളാം. ഒരു റീപ്ലേസ്മെന്റ് ആക്സിഡന്റ്, ഡോർ മാറി. ഡോർ അല്ലേ? ഹിസ്റ്ററി കൊടുക്കാലോ അല്ലേ? ഹിസ്റ്ററി ഉള്ളതല്ലേ? പ്രശ്നമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ചെക്ക് ചെയ്തോളൂ, ഹിസ്റ്ററിയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ നോക്കിയിട്ട് ഇവിടെ വരിക. വിലേന്റെ കാര്യത്തിൽ അപ്പോൾ നല്ല രീതിക്ക് മാക്സിമം ലോൺ ഫുൾ ലോൺ ആയിട്ട് കൊടുക്കാൻ പറ്റും. എന്താ വില വരുന്നത് നമുക്ക്? 380 MB കൊടുക്കാം. 3,80,000 രൂപയ്ക്ക് 370 380 കണ്ടിട്ട് ലോൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫുൾ ലോൺ വരും കേട്ടോ. അതിന്റെ മേലേക്ക് കിട്ടും, ട്രാക്കിനനുസരിച്ച് നല്ല സിവിൽ സ്കോർ ഉണ്ട്, നല്ല കീരി പോകും. ഉറപ്പൊന്നും പറയാൻ പറ്റൂല, അതുകൊണ്ടാണ് പറയാത്തത്. ഇനി ഇതാണെങ്കിലോ വാഗണർ? ഇത് 2010 മോഡലാണ്. 10-11 രജിസ്റ്റർ ഉള്ള വണ്ടി. VXI LXI ആണ് അല്ലേ? AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ വിൻഡോയേ ഉള്ളൂ. പക്ഷെ നല്ല സീറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്, ഗ്ലാസും ബോണ്ടും മാറി. മേജർ ഇടിയൊന്നും അല്ലല്ലോ അല്ലേ? ഉള്ളിക്കൊന്നും കയറി ഉണ്ടാവില്ല. 1.85 കൊടുക്കുന്നത്. 1,80,000 രൂപയ്ക്ക് 12 വണ്ടി അല്ലേ? 10 വണ്ടി. 10 LXI ആട്ടോ. 1,80,000 രൂപയ്ക്ക് എടുക്കാം. ചെറിയ ഒരു റേറ്റ് കുറച്ച് കൊടുക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് നോക്കിക്കോളൂ കേട്ടോ. 10 വണ്ടി നിങ്ങൾക്ക് 2 ലക്ഷം റുപ്യേന് ഉള്ളിൽ വേണമെങ്കിൽ ഇത് നോക്കിക്കോളൂ. ബോണറ്റും മെയിൻ ഗ്ലാസും മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മാറിയതെന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. ഈ ഇതാണെങ്കിലോ? ഇത് ഫസ്റ്റ് ഓണർ വണ്ടിയാണ്, 2009 മോഡലാണ്. 9 ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഇപ്പോഴും സിംഗിൾ ഓണർ ആണല്ലേ? ആകെ 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 85 വരെ സർവീസും ഉണ്ട്. ഓക്കെ, അതൊക്കെ ഒരു എനിക്ക് തോന്നുന്നു അന്ന് ആരെങ്കിലും ഒക്കെ സിംഗിൾ ഓണർ ആയിട്ട് മേടിച്ചിട്ട് കുറെ കാലം ഉപയോഗിച്ചു. വണ്ടി എല്ലാം ഉണ്ട്, സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി, എല്ലാ കാര്യവും ഉണ്ട്. ഓക്കെ, പവർ വിൻഡോസ് ഒന്നും ഇല്ല. LXI ആണ്, അഡീഷണൽ അലൈവിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ, മോശമില്ലാത്ത ടയറും ഉണ്ട് കേട്ടോ. ഇത് എന്താ വില വരുന്നത് നമുക്ക്? പുതിയ പേപ്പറിലാണ് 1.55 കൊടുക്കുക. 1,55,000. 1.55 പുതിയ പേപ്പറിൽ 5 വർഷത്തെ പേപ്പർ. പേപ്പർ തീർന്നിട്ടില്ല, പുതിയ ഐറ്റം എടുത്തു കൊടുക്കാം. ഓക്കെ, 24 എന്തായാലും തീരും. പുതിയ എടുത്തങ്ങ് കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും 1,55,000 രൂപയ്ക്ക് ഇത് കൊണ്ടുപോയി. ഇനി നിങ്ങൾക്ക് പേപ്പർ എടുക്കണ്ടെന്നുണ്ടെങ്കിൽ അതിന് എത്രയാണോ വരുന്നത് ആ പൈസ കുറച്ച് അല്ലേ? ചെയ്യൂലേ? അതിന്റെ പുറമെ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഡിസ്കൗണ്ട്. ഇവിടെ ഒരു 3 വാഗണറും ഒരു എസ്ലോയും കിടക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി നേരത്തെ കാണിച്ചതായതുകൊണ്ട് തന്നെ ഞാൻ എല്ലാത്തിൻ്റെ ഇന്റീരിയറൊക്കെ ഏകദേശം സെയിം ആട്ടോ. എല്ലാം ഒരേ LXI വണ്ടികളൊക്കെ തന്നെയാണ്, പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഈ റെഡ് വണ്ടി ഇത് ഏതൊക്കെ മോഡൽ? ഇത് 2007-8 രജിസ്റ്ററുള്ള പുതിയ പേപ്പർ VXI വണ്ടിയാണ്. VXI ആണല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഈ 7-8 ഇത്രയും വൃത്തിയുള്ള വണ്ടിയൊക്കെ ഉണ്ടല്ലേ? ഓ, അത്യാവശ്യം നല്ല പുതിയ പേപ്പറാണ്. അതെ. ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? ഇത് നമുക്കാണെങ്കിൽ 1.25 കൊടുക്കാം. 1.25. അതായത് 1,25,000 രൂപയ്ക്ക് 7 മോഡൽ 8 വണ്ടി, പുതിയ പേപ്പർ ഉള്ളത്. അതുപോലെ തന്നെ ഈ വെള്ളയാണെങ്കിലോ? ഇത് 2015 VXI 50,000 കിലോമീറ്റർ ഉണ്ട്. 15 VXI 50,000. ഓക്കെ, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. ചെറിയ വർക്ക് വന്നിട്ട് ഗ്ലാസ് ഒന്നും മാറിയില്ല, സൈഡ് കൊണ്ട് ചെറിയ വർക്ക്. ഫെൻഡറാ? ഓക്കെ, കാര്യമായിട്ടുള്ള ഇല്ല, ഇത് നമുക്ക് ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാൻ പറ്റും. 15 വണ്ടി എത്രയ്ക്ക് കൊടുക്കാം VXI? ഇതാണ് 3 ലക്ഷം രൂപ കൊടുക്കാം. 3 ലക്ഷം രൂപയ്ക്ക് 50,000 കൂടെ സെക്കൻഡ് ഓണർ വണ്ടി. അടിപൊളി, അതൊന്നും മിസ് ചെയ്യണ്ട കേട്ടോ. അതായത് ചെറിയ തട്ടുള്ളതൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം വില കുറച്ച് കിട്ടും. അതുപോലെ തന്നെ ഈ എസ്റ്റിലാണെങ്കിലോ? എസ്റ്റില് പുതിയ പേപ്പറിൽ 2009 മോഡലാണ്. എത്രയ്ക്ക് കൊടുക്കാം? ഇതാണെങ്കിൽ നമുക്ക് 1.25 കൊടുക്കാം. LXI അല്ലേ? 4 ടയർ പുതിയതാണ്. പുതിയ ടയർ ഉണ്ട്. അതുപോലെ തന്നെ ഇന്റീരിയർ മോശമൊന്നുമില്ല, നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓവർ അങ്ങോട്ട് ഇന്റീരിയർ ഒക്കെ വലിച്ചു വാരി കാണിച്ച് സമയം കളയുന്നില്ല. നിങ്ങൾക്ക് കൂടുതൽ വണ്ടികൾ കാണിച്ചു തരാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ലേശം ഞാൻ അങ്ങനെ സ്പീഡിൽ പോകണം. എക്കത്തിന്റെ ഇന്റീരിയർ ഒക്കെ സെയിം ആണ്, ഒരു മാറ്റവും ഇല്ല അല്ലേ? ഒരു വെള്ളയും കൂടി ഉണ്ടല്ലോ. ഇതാണ് ആക്സിഡന്റ് വർക്ക് എടുത്ത വണ്ടിയാണ്. മാക്സിമം ലോൺ കൊടുക്കാം നമുക്ക്. ഫുൾ ലോൺ ആവശ്യക്കാർക്ക് ഇതിപ്പോ ഓടിക്കുന്നതിനൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല, ഫുൾ വർക്ക് എടുത്തിക്കണമെന്നുള്ളൂ. അതായത് ചേസ് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. സൈഡോണ്ടൊക്കെ തട്ടുമ്പോഴാണ് ഈ വർക്ക് വന്നിട്ട്, അതുകൊണ്ട് നമുക്ക് ഫുൾ ലോണിൽ കൊടുക്കാൻ കഴിയും. ഇത് ഏതാ മോഡൽ? ഇത് ശരിക്കും VXI ഓൺ ആണ് ഓപ്ഷനാണ്. ഓപ്ഷനിൽ ഇതാണ് നമുക്ക് 3.20 കൊടുക്കാം. മോഡൽ ഏതാ പറഞ്ഞത്? 2017. എന്തായാലും 3,000 ലോൺ തന്നെ കയറി. അടിപൊളി. അതായത് ഏകദേശം ഒരു 3.70 അല്ലേ പറഞ്ഞത്?
20-ന് അടിപൊളി 3,20,000 രൂപയ്ക്ക് 17 ഏറ്റവും ടോപ്പ് വണ്ടി കിട്ടും. ഈ LX ഓപ്ഷൻ 3.5 ലോണും ചെയ്യാം. 3.5 ലോണും ചെയ്യാം. ഒന്നും കൊണ്ടുവരണ്ട, പൈസ അങ്ങോട്ട് തരും. ലോൺ അടയ്ക്കാൻ റെഡി ആണെങ്കിൽ മാത്രം എടുത്തായിട്ടോ, അല്ലെങ്കിൽ പണിയിട്ട്. ഇനി ഈ റിക്സ് ആണെങ്കിലോ? ഈ റിക്സ് 2011-12 രജിസ്റ്റർ ഉള്ള വണ്ടി. 11 മോഡൽ 12 രജിസ്ട്രേഷൻ. VDI വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഇത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഇല്ല, മേജർ ആയിട്ട് ഒന്നുമില്ല. നമുക്ക് പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇതൊന്ന് പോളിഷ് ചെയ്ത് നല്ല വൃത്തിയാവും അല്ലേ? ഒരു കളർ പ്രത്യേകിച്ച് ഒരു കളർ തന്നെയാണ്. ഇത് മോഡൽ ഏതാ പറഞ്ഞത്? ഇത് 11-12 അല്ലേ? കുറേ എണ്ണം പറയുമ്പോഴേ ഞാൻ വിട്ടു പോകുന്നുണ്ട്. 11-12 വണ്ടി ഡീസലാണ്. VDI ആണ്. VDI മിഡിൽ ഓപ്ഷൻ. എന്താ വില വരുന്നത്? ഇത് 2.25 കൊടുക്കാം. 2,25,000. നെഗോഷ്യബിൾ ആവൂലേ? 1.2 ലോണും ചെയ്യാം അല്ലേ? ഓക്കെ. ഈ ലോണൊക്കെ ചെയ്യുന്നത് ഞാൻ ചോദിക്കട്ടെ, ഇത് നമുക്ക് പ്രൈവറ്റ് ഫിനാൻസ് അല്ലേ ചെയ്യുള്ളൂ? ഈ ശ്രീരാം, മഹീന്ദ്ര അങ്ങനത്തെ ചോളം ഉണ്ടല്ലോ. അതായത് ബാങ്ക് ലോണൊന്നും കിട്ടില്ല കേട്ടോ. ഏകദേശം നിങ്ങൾക്ക് ഒരു 9, 10, 11, 12 അതിന്റെ ഇടയിൽ നമ്മൾ ഇടുന്ന വണ്ടി, എല്ലാ വണ്ടി സെക്കൻഡ് ഹാൻഡ് വണ്ടികളൊക്കെ ബാങ്ക് ലോൺ ഇങ്ങനെ പ്രൈവറ്റ് ബാങ്ക് ചെയ്യാൻ കഴിയും. അതിൽ ഇൻട്രസ്റ്റ് എല്ലാതും 8%, മാക്സിമം പോയി 7%. പിന്നെ അതിൽ കുറവില്ല. അതേ ഞാൻ പറഞ്ഞത്, ഒരു 8 മുതൽ ഒരു 11, 12 വരെ നമ്മൾ എടുക്കുന്ന വണ്ടി ഇടുന്ന നമ്മളിപ്പോ ചെയ്യാൻ പറ്റുന്ന വണ്ടികളൊക്കെ 8%-ലാണ് കിട്ടൂല്ലേ? ഓക്കെ. അപ്പം എന്തായാലും അതും വലിയ പ്രശ്നമില്ല, വലിയൊരു ഇൻട്രസ്റ്റ് ആണ് ഞാൻ പറയില്ല. ഇനി ഈ റെഡ് സ്വിഫ്റ്റ് ആണെങ്കിലോ? 2010 മോഡൽ വണ്ടി. 10 ഡീസലാണ്. ഡീസൽ VDI വണ്ടിയാണ്. VDI ആണ്. ഓട്ടോ ഒക്കെ ഒന്നിന് പുറത്ത് ഓടിക്കുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഓക്കെ. 2010 മോഡലാണ് കേട്ടോ. അതും VDI ആണ്. അതായത് നിങ്ങൾക്ക് ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. അതും ഇന്റീരിയർ സീറ്റ് കവറൊക്കെ നല്ല കിഡിലൻ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഫ്രണ്ട് ഗ്ലാസ് മാറിയിരിക്കുന്ന വണ്ടി. മെയിൻ ഗ്ലാസ്സാ? ചെറിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ഇല്ലാണ്ടിരിക്കില്ല അല്ലേ? പക്ഷേ ഇത് സെക്കൻഡ് ഓണർഷിപ്പ് നല്ല മെക്കാനിക്കൊക്കെ ഉള്ള വണ്ടിയാണ്. അതെ അല്ലേ? എന്തായാലും ഒരു 1.5 നമുക്ക് ലോൺ ചെയ്യാം. നമുക്ക് 2,25,000 കൊടുക്കാം. 2,25,000 കൊടുക്കാം. ഓക്കെ. 2010 സ്വിഫ്റ്റ് 2,25,000 രൂപയ്ക്ക്. ഇനി i20 ആണെങ്കിലോ? i20 2012 മോഡലാണ്. 12 ന്യൂഷിപ്പ് ആസ്ട്രാണ്. ബട്ടർ സ്റ്റാർട്ടിംഗ് ആണ്. ഇതിന് അലോയിൽ അവർ ഊരിയിരിക്കുന്നത്. സാധാ ടയർ ആക്കിയാണ്. ബട്ടർ സ്റ്റാർട്ടിംഗ് ഒക്കെ വരുന്ന വണ്ടിയാണ്. അപ്പൊ നിലവിൽ അലോയ് വീൽ ഇല്ല, അത് മാത്രമേ ഉള്ളൂ കുറവ്. ഡീസലാണ്, നല്ല മൈലേജ് കിട്ടും. പിന്നെ ഓട്ടോ എത്രയാ? ഓട്ടോ ഓടിക്കണം 1.30 ഓടിയുണ്ട്. വേറെ മേജർ ഒന്നും ഇല്ല. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. ഹിസ്റ്ററി കിട്ടും. ചെക്ക് ചെയ്തോട്ടെ, നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. അതെ. മോശമില്ലാത്ത കണ്ടീഷനിലുള്ള നല്ല ക്ലീൻ വണ്ടി. ഇത് നമുക്ക് എന്തൊക്കെ വില വരുന്നത്? ഇത് നമുക്ക് ആണെങ്കിൽ 2.60 കൊടുക്കാം. 2.60 അല്ലേ? ₹2 ലോൺ ചെയ്യാം. 60,000 ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ ഏകദേശം ഈ 60 എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് തരും. ₹50 ഉള്ളിലൊക്കെ തരും അല്ലേ? കൊടുക്കണം കേട്ടോ നമുക്ക്, നമ്മുടെ ആൾക്കാർക്ക്. പിന്നെ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഏകദേശം നിങ്ങളൊരു 50,000 രൂപ കൊണ്ടുവന്നാൽ ഞാനിപ്പോൾ ഈ കാണിച്ച കംപ്ലീറ്റ് വണ്ടികൾ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. ബാക്കി പ്രൊഫൈലൊക്കെ ഓക്കെ ആണ്. 50,000 ലോണ് അവർക്ക് സിവിൽ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കണോ? അത് ഞാൻ പറയുന്നുണ്ടല്ലോ, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഈ ലോൺ എന്ന് പറയുന്നത് നോർമലി ഈ വണ്ടിക്ക് ആ പൈസ വരെ കിട്ടും. നിങ്ങൾ പ്രൊഫൈൽ ഒക്കെയാണ് നിങ്ങൾക്ക് അല്ലേ? അത്രേ ഉള്ളൂ. അത് കൂടുതൽ ഇനി ഇവിടെ വന്നിട്ട് ലോൺ കിട്ടിയില്ല അങ്ങനെ ഇങ്ങനെ നമ്മൾ കച്ചവടം ഉണ്ടാക്കാൻ നിൽക്കരുത് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ഫാക്ട് എന്ന് പറയുന്നത്. ഇനി ഈ പഴയ മോഡൽ സ്വിഫ്റ്റ് ഏതാ? ഇത് 2009 മോഡലാണ്. 9 ആണ്. ഒറിജിനൽ ഗ്ലാസ്സാ? ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ്. മാറണ്ട, കാണിച്ചിട്ട് മാറ്റി കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. പുതിയ പേപ്പറിലാണെങ്കിൽ നമുക്ക് 1.85 കൊടുക്കാം. 1,85,000. ഓക്കെ. അത്യാവശ്യം നല്ല വൃത്തിയുള്ള 2009 വണ്ടിയാണ് കേട്ടോ. അതുപോലെ തന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട്. അലോയ് വീല് സെപ്പറേറ്റ് ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. ടയർ കുറവാണ് കേട്ടോ. ടയർ ഭാഗം കുറവുണ്ട്. അതെ. ഇത് 1.85 അല്ലേ? അത് പുതിയ പേപ്പർ, 5 വർഷത്തെ പേപ്പറോട് കൂടി. ഇതാണെങ്കിലോ? ഇത് 2015 മോഡൽ ഗോ. ഇതാണ് 15 മോഡൽ ഗോയാണ്. ഇതും നിങ്ങൾക്ക് അതായത് വളരെ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ള 1.2 ലിറ്റർ മോഡലൊക്കെ ഇറക്കി കൊടുക്കാം. 15 എത്ര ഓടിയുണ്ട്? 60,000. എന്താ വില വരുന്നത്? നമുക്ക് 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപയ്ക്ക് 15 മോഡല് വണ്ടി. ഇതല്ലാണ്ട് വേറൊന്നും കിട്ടാണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെ? ഈ ക്വാളിറ്റിയിൽ അത് 1.2 ലിറ്റർ എഞ്ചിൻ വരുന്ന വണ്ടി. ഇനി ഈ i20 ആണെങ്കിലോ? 2011 മോഡലാണ്. 11 ആണ്. ആസ്ട്ര തന്നെ വരുന്നത്. 11 ആസ്ട്ര അല്ലേ? ഇതിൽ അലോയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബട്ടർ സ്റ്റാർട്ട് വരുമോ? അന്ന് വന്നിട്ടില്ല അല്ലേ? ഓക്കെ. ബാക്കി ഒരു എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് കേട്ടോ. ഇത് ഡീസൽ അല്ലേ? ഡീസൽ. എത്ര ഓടിയുണ്ട്? ഇത് ഓടിക്കണം 1.40 ഓടിയുണ്ട്. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇതാണെങ്കിൽ നമുക്ക് 1.90 കൊടുക്കാം. 1,90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഡീസൽ വണ്ടി എടുക്കാം കേട്ടോ. അതും അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആസ്റ്റ വണ്ടി. കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ക്ലീൻ വണ്ടി. പിന്നെ ചെറിയ ചെറിയ ടച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. നിങ്ങളൊരു വണ്ടി എടുക്കുമ്പോൾ ഒരു 10,000 രൂപ എപ്പോഴും സെപ്പറേറ്റ് കൈ കാണണം അല്ലേ? പിന്നെ ഒരു സർവീസ് ഒക്കെ ചെയ്തൊന്നും കാര്യങ്ങളൊക്കെ മാറ്റാനുണ്ടാവും. അവർ ചെറിയ പൈസ കാണണം. അങ്ങനെ എടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ളൊരു വാഹനം എറ്റിയോസ് ലിവ. ഇപ്പോൾ 2011-12 രജിസ്റ്റർ ഉള്ള വണ്ടി, കേരള വണ്ടിയാണ് വരുന്നത്. 11 മോഡൽ 12 രജിസ്ട്രേഷൻ ഉള്ള കേരള വണ്ടി. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് അല്ലേ? അതെ, ഫുള്ള് ഫ്ലാറ്റ് ടൈപ്പ് ആക്കിയിട്ടുണ്ട്. അലോയ് വീല് ചെയ്തിട്ടുണ്ട്. ടയർ ഭാഗങ്ങൾ കുറവാണ്, പക്ഷേ നിങ്ങൾക്ക് അതിലൊക്കെ വേണമെങ്കിൽ സെറ്റപ്പ് ആക്കി തരും. ശരിയായി ചെയ്ത് കൊടുക്കാം നമുക്ക്. അതെ. ഇത് 11-12 എത്ര ഓട്ടം? ഇത് ഓടിക്കണം 1.60. ജനുവിനായിരിക്കും? ഏകദേശം അല്ലേ? ഡീസൽ അല്ലേ ഇത്? ഡീസൽ. നല്ല മൈലേജ് കിട്ടും അല്ലേ? മൈലേജ് ആണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 20 ഒക്കെ മേലെ എന്തായാലും കിട്ടണ്ടല്ലേ ഡീസലില്? എന്താ വില വരുന്നത്?
നമുക്കാണെങ്കിൽ 3,30,000 രൂപ. 3,30,000 കുറേ ഉണ്ടാവുമല്ലോ അല്ലേ? എന്തായാലും ചെറിയ മാറ്റം പറ്റും. ഓക്കെ, 3,30,000 രൂപയ്ക്ക് വണ്ടി എടുക്കാം. അതുപോലെ തന്നെ ഈ നിസാൻ മൈക്ര ആണെങ്കിലോ? ഇത് XP ബട്ടർ സ്റ്റാർട്ടിംഗ് ഒക്കെ വരുന്ന വണ്ടിയാണ്. പഴയ ഷേപ്പിലുള്ള 2010 മോഡൽ 11 രജിസ്റ്റർ ഉണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. നല്ല മെക്കാനിക്കും നല്ല കണ്ടീഷനുള്ള വണ്ടി. കിഡിലൻ മൈലേജിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ് കേട്ടോ. നല്ല മൈലേജ് ആണ്. 25-ന് മേലെ കൺഫേം ആണ്. അതുണ്ടാവും. എനിക്ക് തോന്നി അലോയിലൊക്കെ ഒരു 16-ലേക്ക് അപ്സൈസ് ചെയ്താ അല്ലേ? വേറെ അപകടങ്ങളൊന്നും ഇല്ലല്ലോ. എന്താ വില വരുന്നത്? നമുക്ക് 2 രൂപ വരും. 2 ലക്ഷം രൂപ. അതായത് 10 മോഡൽ 11 രജിസ്ട്രേഷൻ. 2 ലക്ഷം രൂപയ്ക്ക് ഡീസൽ വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ അല്ലേ? നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. അതാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ബൈക്ക് ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാം. അപ്പോൾ എന്നാലും നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ അവസാന ഭാഗങ്ങളിലേക്കൊക്കെ പോവാണ്ട്. അപ്പോൾ കുറേ ചെറിയ വണ്ടികൾ കാണിച്ചു, കുറച്ച് വലിയ വണ്ടികളും കൂടി കാണിച്ചു കൊടുക്കാം അല്ലേ? ഞാൻ ആരെങ്കിലുമൊക്കെ വലിയ ബ്രഷൊക്കെ നോക്കുന്നുണ്ട് നോക്കിക്കോട്ടെ. ഇത് ഏതാ മോഡൽ? ഇത് 2017 ഡീസലാണ്. ZDA അല്ലേ? ഏറ്റവും ടോപ്പ് വണ്ടിയാണ് കേട്ടോ. എല്ലാവിധ ഫീച്ചേഴ്സും വരും. അന്നിറങ്ങിയല്ലേ ZDA പ്ലസ് അല്ലേ വരാ? ZDA. ഓക്കെ, എന്നാലും എല്ലാ സാധനം ഉണ്ടല്ലോ. ബട്ടർ സ്റ്റാർട്ടിംഗ് ഉണ്ടാവില്ല. ബാക്കി അലോയിലും പ്രൊജക്ടറും എല്ലാം ഉണ്ട് കേട്ടോ. ZDA പ്ലസിന് ഉണ്ടാവുള്ളൂ. അതെ. ഇന്റീരിയർ മോശമൊന്നുമില്ല, നല്ല ക്ലീൻ ഇന്റീരിയർ. സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട്. വേറെ അപകടങ്ങൾ ഇല്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും. ഓട്ടം എത്രയൊക്കെ? ഓട്ടം കുറച്ച് കൂടിയിരിക്കുന്നു. 1.5 ലക്ഷം കിലോമീറ്റർ. 1.5 ലക്ഷം ഓടിയിട്ട് പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ടാവുമോ? സർവീസ് ചെക്ക് ചെയ്തോട്ടെ, നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. കിലോമീറ്റർ ഒക്കെ ജെന്യുവായിട്ട് തോന്നി കാണുന്നുണ്ട് അല്ലേ? ഓക്കെ, നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്തായിട്ട് 1.5 ലക്ഷം ഓടി വണ്ടിയാണ്. അതുകൊണ്ട് കംപ്ലൈന്റ് ഉണ്ടോ നോക്കിയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. എത്രയ്ക്ക് കൊടുക്കാം? 7,40,000 കൊടുക്കാം. 7,40,000 2017 അല്ലേ? ഇത് ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാം. ഫുൾ ഓൺ കൊടുക്കാം. 7,40,000 1 രൂപ പോലും മുടക്കണ്ട, ഫുൾ ഓൺ കിട്ടും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എൻക്വയറികൾ ഇപ്പോൾ ഒരു വാഹനം. അതെ, 2012 GD ആണ്. ഇത് കൺവേർട്ട് ചെയ്താണ് ഫുള്ള് വർക്ക് എടുത്ത വണ്ടി. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് കണ്ടപ്പോൾ ഒരു 16-17 ഒക്കെ ഞാൻ പ്രതീക്ഷ. ഫുള്ള് വർക്ക് എടുത്തു. അത്യാവശ്യം നല്ല ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങള് പല ഓപ്ഷനിലും ഉണ്ട്. അതെ, ഇത് ഡീസൽ അല്ലേ? ഡീസലാണ്. എറ്റിയോസ് GD ആണ്, ഡീസലാണ്, 12 മോഡലാണ്. ഓട്ടം ഓടിക്കണം, 1ന്റെ പുറത്ത് ഓടിക്കണം. ജെനുവിനാണെന്നും പറയണ്ട അല്ലേ? ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. കാരണം 1ന്റെ പുറത്തൊന്നും ഓടിയാൽ പോരാ. ഇത് എത്രയ്ക്ക് കൊടുക്കാം? 3,85,000 കൊടുക്കാം. 3,85,000. അതായത് 2012 ഇത്രയും ക്ലീൻ വണ്ടി 3,85,000 രൂപയ്ക്ക് കിലോമീറ്റർ ചെക്ക് ചെയ്തെടുത്തോളൂ. എന്തൊക്കെ പറഞ്ഞാലും ടൊയോട്ടയാണ്. ആ ഒരു ബ്രാൻഡ് വാല്യൂ അത് കാണിക്കാതിരിക്കില്ല. അടുത്തൊരു ഇത് 2016 ZDA പ്ലസ് ആണ്. 16 എന്ന് പറയുമ്പോൾ ബട്ടൺ സ്റ്റാർട്ട് വരും, ഡ്യുവൽ ടോൺ ഒക്കെ കമ്പനി വരും, എല്ലാവിധ ഫീച്ചേഴ്സും വരും അല്ലേ? അലോയ് വീല്, മോശമില്ലാത്ത ടയർ എല്ലാം ഉണ്ട്. ഇത് ഓടിയതോ? ഇത് ആകെ 80,000 കിലോമീറ്റർ. 80 ജെനുവിൻ ആയിരിക്കുമോ? അതെ, ജെനുവിൻ. നല്ല സീറ്റ് കവറൊക്കെ ചെയ്തോ? സിംഗിൾ ഓണർ ആണ്. ഇത് എന്താ വില വരും നമുക്ക്? ഇതാണെങ്കിൽ നമുക്ക് 7,80,000 കൊടുക്കാം. 7,80,000. ഓക്കെ, 7,80,000 രൂപയ്ക്ക് 2016 ബട്ടൺ സ്റ്റാർട്ട് ഉള്ള വണ്ടി അല്ലേ? ഓക്കെ, നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വലിയ വണ്ടികളൊക്കെ മാക്സിമം നിങ്ങൾ ചിലപ്പോൾ 50,000 ലേശം ഒന്ന് മാറ്റി ഒരു 1ന്റെ ഉള്ളിലൊക്കെ കൂട്ടേണ്ടി വരും. എന്നിരുന്നാലും നിങ്ങൾക്ക് മാക്സിമം കുറച്ച് തന്നെ തരും കേട്ടോ. ഇനി ഇത് BMW പറഞ്ഞു കൊടുത്താലോ? ഇത് 2007 വണ്ടിയാണ്. 7 ആണ്. 7 പഴയ ഷേപ്പിൽ 320 ആണെന്ന് തോന്നുന്നു അല്ലേ? 5 സീരീസ് ആണ്. 520 ആണ്. പിന്നെ ഇത് കേരള വണ്ടിയാണോ അതോ? കേരള വണ്ടിയാണ്. പേപ്പർ കാര്യങ്ങൾ ഇപ്പോൾ എടുത്താണ്. 2007 മോഡലാണ്. ചെറിയ എന്താ പറയാ, ഒന്ന് വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. ലോൺ കയറൂല. നമുക്ക് ആണെങ്കിൽ 5 MB കൊടുക്കാം. 5,80,000 രൂപ. 2007 വണ്ടി, പുതിയ പേപ്പറുള്ള വണ്ടി, ഡീസൽ 5 സീരീസ്. ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്തോളൂ. 5,80,000. ഇനി കുറച്ച് വിൻറ്റേജ് ആക്കിയാലോ? വിൻറ്റേജ് 2000 മോഡലാണ്. 2000 ആണ്. 2000 ബെൻസ് ആണല്ലേ? 2000 ഇതിന്റെ ഇന്റീരിയർ ഒന്ന് കാണണം കേട്ടോ. 3ാമത്തെ ഓണറായിട്ട് ആയിട്ടുള്ളൂ. ഏതാ? 3 ഓണറായിട്ടുള്ളൂ. അന്ന് തന്നെ ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട് അല്ലേ? അതെ, പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ലെതർ സീറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? നമുക്കാണെങ്കിലും 2,90,000. 2000 മോഡല് ബെൻസ് 2,90,000 രൂപ. ലോണ് കയറില്ല. അത് വീണ്ടും പറയുന്നു, പഴയ മോഡൽ വണ്ടിയൊക്കെ ഒന്നും ലോണ് കയറില്ല. പിന്നെ ഈ ഇതാണെങ്കിലോ? എസ്-ക്രോസ് 2015 മോഡലുണ്ട്. 15 ആണല്ലേ? റീവണ്ടിയാണ്. റീവണ്ടിക്കൊക്കെ ഇത്ര വൃത്തി ഉണ്ടാവും? അത് അവിടെ ഉപയോഗിക്കുന്ന ആൾക്കാരും ഇവിടെ ഉപയോഗിക്കുന്നൊക്കെ ഒരേ ആൾക്കാരാണല്ലേ? ഇതെനിക്ക് തോന്നുന്ന ആ ഒരു പുറത്തുള്ള സീറ്റ് കവറൊക്കെ അല്ലേ? ഇവിടെ കാണാത്ത സാധനമാണ്. അലോയ് വീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഫുൾ ഓട് വണ്ടി. ഓട്ടം ഓടിക്കണം 1,30,000. 1,30,000. വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നും മേജറായിട്ട് നല്ല വണ്ടിയാണ്. നമ്മൾ ഈ വീഡിയോ എടുത്തോണ്ടിരുന്ന നല്ലൊരു മഴ പെയ്തു പോയി. അപ്പോൾ അതിന്റെ കുറെ വെള്ളം കിടപ്പുണ്ട്. പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ല, വണ്ടിയിൽ സ്ക്രാച്ചസ് ഒന്നുമില്ല. എത്രയ്ക്ക് കൊടുക്കാം? നമുക്ക് 5,40,000 കൊടുക്കാം. 15 വണ്ടി 5,40,000 രൂപ. ഇത് മിസ് ചെയ്യണ്ട, നോക്കിക്കോളൂ. ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, ഇനി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വണ്ടികളിലൊന്ന് എക്കോ സ്പോർട്ട് ആണ്. ഇത് 2013-14 ആണ്. ഇത് 13 വണ്ടിയാ? ഇത് നല്ല വൃത്തിയുണ്ടല്ലോ. എല്ലാ ഭാഗം നല്ല വൃത്തിയുള്ള. അതെ, നല്ല ക്ലീൻ വണ്ടിയാണ്. എനിക്ക് ടൈറ്റാനിയം തോന്നുന്നു അല്ലേ? ടൈറ്റാനിയം വണ്ടിയാണ്. ഒട്ടുമിക്ക എല്ലാവിധ ഫീച്ചേഴ്സും വരും. ഡീസലാണ്. ആൻഡ്രോയിഡ് മൈലേജ് കിട്ടും. ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സെപ്പറേറ്റ് ചെയ്താണല്ലേ? ഓക്കെ, നല്ല സീറ്റ് കവറൊക്കെ ഉണ്ട്. ഇതിന്റെ ഡോറൊക്കെ തുറക്കണമെങ്കിൽ വൻ കഷ്ടപ്പാടാണ്. അതിന്റെ ആ ഒരു വെയിറ്റും എന്താ പറയുക, ബോഡി ക്വാളിറ്റിയാണ് മെയിൻ അല്ലേ?
അതായത് കോമ്പാക്ട് SUV-യിൽ നല്ല ബോഡി ക്വാളിറ്റി ഉള്ള നല്ല മൈലേജ് കിട്ടുന്ന കില്ലും വണ്ടി. കാര്യമായ പ്രശ്നങ്ങളും ഇല്ല. ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? ഇതാണെങ്കിൽ 3,90,000 കൊടുക്കാം. 3,90,000. ഓക്കെ, 3,90,000 നല്ല ക്വാളിറ്റി ഉള്ള ഒരു ടൈറ്റാനിയം വണ്ടി കിട്ടും. അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം ഉള്ള, ബട്ടൺ ചാർട്ട് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. ഇനി ഈ ഇതാണെങ്കിലോ ഡസ്റ്റർ 2016 ആകെ 80,000 കിലോമീറ്റർ ഓടിയുള്ളൂ. 16-80,000 85 ആണോ? 85 ആണ്. മോശമല്ലാണ്ട് നല്ല മൈലേജ് കിട്ടും. കംപ്ലൈന്റ് കുറവായിരിക്കും. ഈ 110 ആകുമ്പോൾ ലേശം കംപ്ലൈന്റ് കൂടുതലേ. ഇത് 85 ആണ്. മൈലേജ് കിട്ടും. അതാണ് നല്ല മെക്കാനിക്. അതൊന്നും പോളിഷ് ഒക്കെ ചെയ്യാണ്ടൊക്കെ ചെയ്തെടുക്കാം. മഴ ആയിട്ട് നമ്മൾ ചെയ്യാതിരുന്നതാണ്. അതെ. വർക്ക് ചെയ്തു. ഇന്ത്യയിൽ ഒക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. യാതൊരു കുഴപ്പവും കുറ്റവും ഒന്നും പറയാനില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ആക്സിഡന്റ് ഒന്നുമില്ല. എത്ര ഓട്ടം? 80,000 കിലോമീറ്റർ. സോറി, 80,000 അല്ലേ പറഞ്ഞല്ലോ അല്ലേ? ഇതൊരു സ്പെഷ്യൽ എഡിഷൻ ആണെന്ന് തോന്നുന്നു അല്ലേ? ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് വരുന്നത്. അതെ. എന്താ വില പറഞ്ഞത്? ഇതാണെങ്കിൽ നമുക്ക് 5,40,000 5,40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു 85-ൽ വരുന്ന ഡസ്റ്റർ എടുക്കാം കേട്ടോ. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ടെറാനോ 2015 മോഡലുണ്ട്. ഫുൾ ഓപ്ഷനാ? ഫുൾ ഓപ്ഷൻ. 110-ൽ XV എന്ന് പറഞ്ഞ ഓപ്ഷൻ. XV ഓപ്ഷനിലാണ്. എന്തൊക്കെയോ സെപ്പറേറ്റ് അഡീഷണൽ എയർ ബാഗും കാര്യങ്ങളൊക്കെ വരും. അതെ. ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ്. അലോയ് വീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ക്ലീൻ പീസ് വണ്ടി എന്ന് പറഞ്ഞാൽ ക്ലീൻ പീസ് വണ്ടി. ടയർ ഉണ്ട്. ഒരു റീപ്ലേസും ഇല്ലല്ലോ. ഒന്നുമില്ല. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. എന്നാ നീറ്റാണെന്നറിയോ? ഓണർഷിപ്പ് സിംഗിൾ ആണോ സെക്കൻഡ് ആണോ? ഇത് മൂന്നാമത്തെ വരും. ലോൺ ഒക്കെ കയറില്ലേക്കാ? ലോൺ എന്തായാലും നമുക്ക് 4.5-5 ഉറുപ്പിക അടുത്ത് നമുക്ക് ചെയ്യാം. 5 ഉറുപ്പിക ലോണും ചെയ്യാം. വണ്ടിക്ക് എന്താ വില? ഇത് നമുക്ക് 5,20 കൊടുക്കാം. 5,20. അപ്പം എന്തായാലും നിങ്ങൾക്ക് മാക്സിമം ഫുൾ ലോൺ തന്നെ ഒരു ചെറിയൊരു ബഡ്ജറ്റ് കൈ കൊണ്ടുവന്നിട്ട് എടുത്തോണ്ട് പോയിക്കോ. നല്ല വണ്ടി 110 ആണെന്നേ ഉള്ളൂ. ചെക്ക് ചെയ്തോളൂ. ഒരു 110 PS-ലുള്ള നല്ല അടിപൊളി ഒരു ടെറാനോ നിങ്ങൾക്ക് ഓൾറെഡി കാണിച്ചു തന്നു. ഇനി നിങ്ങൾക്ക് ലേശം മൈലേജ് ഒക്കെ കിട്ടുന്ന 85 മതിയെങ്കിൽ നല്ല ക്ലീൻ ഒരു വണ്ടി ഇവിടെ ഉണ്ട്. ഇത് ഏതൊക്കെ മോഡൽ? ഇത് 2014 മോഡൽ. 14 അലോയ് വീൽ സെപ്പറേറ്റ് ചെയ്താണ്. എക്സൽ ആണെന്ന് തോന്നുന്നു. എക്സൽ നല്ല മെക്കാനിക് ഉള്ള വണ്ടി തന്നെയാണ്. ഫ്രണ്ട് ഗ്ലാസ് മാത്രം മാറിയിട്ടുള്ളൂ. മേജർ ഇടിയൊന്നും വർക്കൊന്നും എടുത്തിട്ടില്ല. ഓക്കെ, ഇത് ഓട്ടോ എത്രയാ? ഓട്ടോ ഓടിക്കുന്നത് 1,20. 1,20 അല്ലേ? എന്തായാലും 85 ആണ്. മൈലേജ് കിട്ടുന്നതുകൊണ്ട് അത്യാവശ്യം ഓടും. പിന്നെ എന്തോ ഒരു ഡുവൽ ടോൺ ഒക്കെ പോലെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തായാലും വണ്ടി നല്ല വൃത്തിയാണ് കേട്ടോ. വണ്ടീൻ്റെ വൃത്തിയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. ഈ 1485 നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? ഇത് നമുക്കാണെങ്കിൽ 4,35,000. 4,35. ഒരു 4 രൂപ സുഖമായിട്ട് ലോൺ കയറില്ലേ? ചെയ്യാം. 14 കൂടി ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങളുടെ ഈ ലോണിൻ്റെ കാര്യം ഞാൻ വീണ്ടും പറയുന്നു. നിങ്ങളുടെ പ്രൊഫൈൽ പക്കയാണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ഇവിടെ വന്ന് എലം ഉണ്ടാക്കരുത് അല്ലേ? ഞാൻ ലോൺ പറഞ്ഞു അതുകൊണ്ട് തരണം എന്ന് പറയരുത്. നിങ്ങളുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ പക്കയാണെങ്കിൽ എല്ലാ സംഗതിയും ഓക്കെ ആയിട്ട് ഇവർ തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം അല്ലേ? 100% നിങ്ങൾക്ക് തന്നിരിക്കട്ടോ. ധൈര്യമായിട്ട് പറഞ്ഞു. ഇനി ഇതാണെങ്കിലോ? ഇതാണെങ്കിൽ 2015-16 15-16 ഓട്ടോമാറ്റിക്കല് ഡീസൽ വരുന്നത്. T8 ഏറ്റവും ഫുള്ളോട് വണ്ടി. ആകെ 50,000 കിലോമീറ്റർ വണ്ടി ഓടി. ആകെ 50 ഓടിയുള്ളൂ അല്ലേ? ഫുൾ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ 15-16 അല്ലേ പറഞ്ഞത്? 15-16. ഓക്കെ, അത്യാവശ്യം എല്ലാവിധ ഫീച്ചേഴ്സും കമ്പനി ഫിറ്റഡ് ആയിട്ട് വരും. അലോയ് വീൽ ഉണ്ട്. ഇപ്പം കീലസ് എൻട്രി ബട്ടൺ സ്റ്റാർട്ട് ഒന്നുമില്ല. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉള്ള AMT വണ്ടി. മൈലേജ് കിട്ടൂലേ? മൈലേജ് ഒരു 15 എന്തായാലും കിട്ടൂലേ? 15 മേലെ കിട്ടൂലേ? ഓക്കെ, TUV നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? 5,80,000. 5,80. ലോൺ അതിൽ കൂടുതൽ കിട്ടില്ലേ? ലോൺ 5 ഉറുപ്പിക 5 ഉറുപ്പിക ചെയ്യും അല്ലേ? കൂടുതൽ കിട്ടില്ല കേട്ടോ. അപ്പോൾ 5 ലക്ഷം രൂപ വരെ കിട്ടും. ഒരു 80,000 ഉറുപ്പിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന ഒരു 80,000 രൂപേൻ്റെ ഉള്ളിൽ മതി. ബാക്കി നെഗോഷ്യബിൾ ആക്കി തരും. ഒരു കപ്പൽ കാണിച്ചു തരാം. അതായത് റെനോൾട്ടിന്റെ അല്ലേ? ഫ്ലുവൻസ്. അതായത് റെനോൾട്ടിന്റെ ഒരു കപ്പൽ എന്ന് തന്നെ പറയാൻ പറ്റുന്ന സാധനമാണ്. ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. RX ആണ്. അതായത് പണ്ട് ഇത് മോഡൽ ഏതാ പറഞ്ഞത്? 2011 ഇത്രയും ഫീച്ചേഴ്സ് വന്ന വേറൊരു വണ്ടി കുറവായിരുന്നു. ഇത് അത്യാവശ്യം 20 കിലോമീറ്ററിന് മേലെ മൈലേജ് ഉണ്ട്. പിന്നെന്താ, ഇത് നമ്മുടെ ഡെസ്റ്ററിന്റെ ഒക്കെ സെയിം എഞ്ചിൻ അല്ലേ? 1.5 ലിറ്ററിൽ നല്ല മൈലേജ് കിട്ടുന്ന ഒരു ക്വാളിറ്റി വണ്ടി. ക്ലീൻ ആയിട്ട് ഉപയോഗിക്കുക. അതായത് ചെറിയ വർക്ക് കണ്ട് അപ്പം ചെയ്ത് തീർത്താൽ ഒരു പ്രശ്നവും വരില്ല. 4 ടയർ, പുത്തൻ ടയർ, അലോയ് വീൽ അടക്കം എല്ലാ ഓപ്ഷനും. അന്ന് ഇറങ്ങുമ്പോൾ 18 ലക്ഷം രൂപ ഇറങ്ങിയ വണ്ടി. 18 ലക്ഷം രൂപ വിലയുണ്ട് 11-ൽ. അന്ന് ഇറങ്ങിയാൽ അതെ അല്ലേ? ഓക്കെ, അപ്പം എന്തായാലും ഇപ്പം നിങ്ങൾക്ക് ചില്ലറ പൈസക്ക്, അത് വളരെ തുച്ഛമായ ഒരു പൈസക്ക് എടുക്കാം. എത്രയ്ക്ക് കൊടുക്കാം? 2.5 രൂപയ്ക്ക്. ഓക്കെ, അത്രയും വില വന്ന അത്രയും നല്ല മെക്കാനിക്കുള്ള വണ്ടിയാണ്. നല്ല കണ്ടീഷനുള്ള വണ്ടി. വണ്ടിയുടെ വൃത്തിയാണ്. വണ്ടി വൃത്തിയുണ്ട്. ഓട്ടോ എത്ര ഓടിയുണ്ട്? ഓട്ടോ ഓടിക്കണത് 1.40. അങ്ങനെ നല്ല മെയിൻ്റെനൻസ് ആയി കൊണ്ടുവരണം. അതെ. പ്രോപ്പറായിട്ട് സർവീസ് ചെയ്ത കംപ്ലൈൻസ് ഒന്നും വരില്ല കേട്ടോ. നിങ്ങൾക്ക് വളരെ ലോ ബഡ്ജറ്റിൽ ഡീസൽ വണ്ടി, സെഡാൻ വണ്ടി വേണമെങ്കിൽ ഇത് എടുത്തുകൊണ്ട് പോകാം. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ അവസാനത്തെ വണ്ടി സൺ ന്യൂസ് കാർസിലെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ഒരു എപ്പിസോഡും കൂടി വരും, കാണാൻ മറക്കരുത്. ഒരു കാരണവശാലും മറക്കരുത്. അവസാനത്തെ വണ്ടി XUV മോഡലോ? 2012 മോഡൽ വണ്ടി. 12 ആണ്. 12 ഇത് ഓടിയതൊക്കെ എത്രയ്ക്കാ? ഓടിക്കണോ 1.30 ഓടിയിട്ടുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ക്ലീൻ വണ്ടിയാണ് അല്ലേ? ഇന്ത്യയിൽ ഒന്നും മോശമല്ല കേട്ടോ. 12-നെ അപേക്ഷിച്ച് അത്യാവശ്യം വൃത്തിയുണ്ട്. പിന്നെ ഈ എനിക്ക് തോന്നുന്നു W8 ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് അല്ലേ? മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. മാറിയിട്ടൊന്നുമില്ല കേട്ടോ. വണ്ടീൻ്റെ ആ ഒരു വൃത്തി കാണുമ്പോൾ തന്നെ അറിയാം.
പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ചെറിയ പണികളൊക്കെ നിങ്ങൾ വണ്ടി എടുത്തതിന് ശേഷം കാലക്രമേണ മെല്ലെ 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 അങ്ങ് ചെയ്ത് കുട്ടപ്പണി എന്തായാലും സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ എന്തായാലും ചെറിയ വർക്ക് ഉണ്ടാവും, ഓയിൽ മാറ്റലും ഫിൽറ്ററും ഒക്കെ ഉണ്ടാവും. എങ്ങനെയൊക്കെ എന്തായാലും നമ്മൾ ഇവിടുന്ന് ഒരു കണ്ടീഷൻ പറയാം, ഞങ്ങൾ ഇവിടെ നിന്ന് വന്ന് ഫുള്ള് ചെക്ക് ചെയ്തിട്ട് മാത്രം കൊണ്ടുപോയാൽ മതി. നമ്മൾ ഇവിടുന്ന് ട്രെയിൽ എടുക്കാൻ സംഭവിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഒന്ന് ഓടിച്ച് തൃപ്തിയുണ്ടെങ്കിൽ മാത്രം കൊണ്ടുപോകാം. നിങ്ങൾക്ക് 100% ഓടിച്ചു നോക്കി സാറ്റിസ്ഫൈഡ് ആണ്, എനിക്ക് ഈ വണ്ടി എടുക്കാം, ഞാനിത് ഉപയോഗിച്ചോളാം എന്നുണ്ടെങ്കിൽ മാത്രമേ എടുക്കാവുള്ളൂ. ചെക്ക് ചെയ്യുക എപ്പോഴും, ഞാനത് എപ്പോഴും പറയുന്നതാണ്. ഇവിടെ വന്നിട്ട് വർഷാപ്പേരെ കൊടുന്ന് ചെക്ക് ചെയ്തോട്ടെ, നമുക്ക് കുഴപ്പമില്ല. ഇവിടെ നാട്ടിൽ കൈവിട്ട് കൊടുക്കൂല, കാരണം ഇത് വേറെ വ്യക്തികളെ പേരിലാവുമ്പോൾ നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ള ചുറ്റുപാടത്തുള്ള വർഷാപ്പിൽ ഇവിടെ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ അവരെ കൂട്ടി വന്നിട്ട് ഇവിടെ ചെക്ക് ചെയ്ത് ഇനിയിപ്പോൾ അത്യാവശ്യമാണെങ്കിൽ ചുറ്റുപാടത്തുള്ള വർഷോപ്പിൽ പിന്നെ നമുക്ക് വിളിക്കുന്നത് തന്നെ നമ്മളെ ആൾക്കാരെ നമ്പർ കൊടുക്കുന്നുണ്ട്, അവർ തന്നെ കംപ്ലീറ്റ് പറഞ്ഞു തരും അല്ലേ, ചോദിക്കുമ്പോൾ അവർ തന്നെ കംപ്ലീറ്റ് കാര്യം. പിന്നെ എന്ന് പറയുമ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാം അറിയാം, അതുകൊണ്ട് തന്നെ പണ്ടത്തെ പോലെയുള്ള ഉടായ്പൊന്നും നടക്കില്ല. ഈ വണ്ടി ഇപ്പോൾ ഒരു പൊട്ട വണ്ടി നിങ്ങൾക്ക് തന്നു വിട്ടാൽ പിറ്റേ ദിവസം നിങ്ങൾ ഇവിടെ എത്തും, എന്നിട്ട് ഇവർ എന്തെങ്കിലും മര്യാദകേട് കാണിച്ച് അപ്പം വീഡിയോ ആയി യൂട്യൂബായി എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നല്ല വണ്ടികളെ തരുവുള്ളൂ കേട്ടോ, അത് ഗ്യാരണ്ടിയാണ്. വണ്ടി ഉണ്ടെങ്കിൽ വർക്ക് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും. അതെ, വണ്ടിയിൽ പറഞ്ഞല്ലോ, തട്ടിയതൊക്കെ പറഞ്ഞു. നമ്മൾ കാണാത്ത ചില വർക്കുകൾ പറയാനും കഴിയില്ല. ഇത്രയും വണ്ടികൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്ത് കൊടുത്താൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പൈസയൊക്കെ ആയിട്ടാണെങ്കിലും ചെയ്യാറില്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കിക്കോളൂ കേട്ടോ, അടിപൊളി വണ്ടി. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ഞാനിപ്പോൾ ഏകദേശം ഒരു 10-35 വണ്ടി കാണിച്ചു. ആ വണ്ടികളുടെ ഏതെങ്കിലും വണ്ടിനെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ഇക്കാനെ കോൺടാക്ട് ചെയ്താൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. മിസ് ചെയ്യേണ്ട, നല്ല നല്ല വണ്ടി വേണ്ടവർ വേണമെങ്കിൽ വേഗം വന്നോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും എപ്പിസോഡ് വൈൻഡപ്പാണ്. അടുത്ത എപ്പിസോഡ് കാണാൻ മറക്കരുത്. ലോ ബഡ്ജറ്റ് വണ്ടികൾ ഒരു 10-35 അത് കാണിക്കാം, ആ വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ.